7000 ആയിട്ട് വർദ്ധിപ്പിച്ചു. ഇപ്പം നമ്മൾ 7000 രൂപയാണ് ഇവിടെ സംസ്ഥാന സർക്കാർ ഓണറേറിയം കൊടുക്കുന്നത്. സർ, അങ്ങയുടെ ശ്രദ്ധയിലേക്ക്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ ശ്രദ്ധയിലേക്ക് ഞാൻ കഴിഞ്ഞ ദിവസത്തെ പാർലമെന്റിലൊരു മറുപടി ഇവിടെ ശ്രദ്ധയപ്പെടുത്തുകയാണ്. എങ്ങനെയെല്ലാമാണ് വസ്തുതകളെ തമസ്കരിക്കുന്നത് എന്നാണ്. സർ, ഇന്ന് 11/3/2025 രാജ്യസഭയിൽ കൊടുത്ത മറുപടിയാണ്. അതിൽ ചൂണ്ടിക്കാണിക്കുന്നത് സംസ്ഥാനങ്ങൾ കൊടുക്കുന്ന ഇൻസെന്റീവിനെ കുറിച്ചുള്ളതാണ്. കേരള ₹6,000 per month ആസ് ആഷ ഓണറേറിയം ഫ്രം സ്റ്റേറ്റ് ഗവൺമെന്റ് ഫണ്ട്. സമരം ചെയ്യുന്നവർക്കും തർക്കമില്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് കേരളത്തിൽ 7000 കൊടുക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ കൊടുത്തിട്ടുള്ള മറുപടി 6000 എന്നാണ്. ഈ സമരം നടക്കുമ്പോൾ കൊടുത്തിട്ടുള്ള മറുപടിയാണ്. ഇവിടെ സമരം നടക്കുമ്പോൾ ഇതെന്താണ് സർ കാണിക്കുന്നത്? സംസ്ഥാനത്തിനോട് ഈ സാധാരണ പാർലമെന്റിൽ ചോദ്യം വന്നാൽ സംസ്ഥാനത്ത് നിന്ന് വിവരം ശേഖരിച്ചിട്ടാണ് മറുപടി കൊടുക്കുക. ഇവിടെ നിന്നൊരു വിവരവും ശേഖരിച്ചിട്ടില്ല. അപ്പൊ രാഷ്ട്രീയ ലക്ഷ്യമല്ലേ നമ്മൾ ഇതിലൊക്കെ സംശയിക്കേണ്ടത്? ആർക്കും തർക്കമില്ലാത്ത വസ്തുതയാണ് 7000 കൊടുക്കുന്നു എന്നത്. എന്നിട്ട് പാർലമെന്റിൽ കൊടുക്കുന്ന മറുപടിയിൽ 6000 എന്ന് എഴുതി വച്ചിരിക്കുകയാണ്. സർ, വേറൊരു പ്രചരണത്തിന്റെ കൂടി വസ്തുത ഈ മറുപടിയിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട്. അത് നമ്മുടെ മാധ്യമങ്ങളൊക്കെ നടത്തിയൊരു പ്രചരണമാണ്. സിക്കിമിൽ 10000 ഉണ്ടെന്നുള്ളതാണ്. മന്ത്ലി ഫിക്സഡ് ഓണറേറിയം, സിക്കിം മന്ത്ലി ഫിക്സഡ് ഓണറേറിയം ഓഫ് ₹6,000 ഡിസ്ബേഴ്സ് ഫ്രം സ്റ്റേറ്റ് ഫണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് 10000 എന്ന് ഇവിടെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നു, സിക്കിമിൽ അത് 6000 ആണെന്ന് മറുപടി പറയുന്നു. കേരളത്തിൽ 7000 കൊടുക്കുന്നത് 6000 എന്നീ മറുപടിയിൽ തെറ്റായിട്ട് കാണിച്ചിരിക്കുന്നു. നമ്മുടെ MP-മാർക്ക്, പ്രത്യേകിച്ച് രാജ്യസഭയിലുള്ള MP-മാർക്ക് ഇക്കാര്യത്തിൽ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കാവുന്നതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബഹുമാനായിട്ടുള്ള മുൻ പ്രതിപക്ഷ നേതാവ്, ദീർഘകാല MP ആയിരുന്ന ആളാണ്. അദ്ദേഹത്തിന് ആ കാര്യത്തിൽ കൂടുതൽ പറയാൻ കഴിയുമായിരിക്കും തോന്നുന്നു. കാരണം സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ചോദ്യം ചോദ്യം ഹാരിസ് ബീരാൻ, അദ്ദേഹത്തിന് തന്നെ കൊടുക്കാവുന്നതാണ്. അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കേണ്ടതാണ്. കാരണം അദ്ദേഹത്തിന്റെ അവകാശത്തെയും സഭയുടെ അവകാശത്തെയും എല്ലാം തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളെ മുഴുവൻ വഞ്ചിച്ചിരിക്കുകയല്ലേ. ശരി സർ, ഞാൻ അധിക സമയം എടുക്കുന്നില്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, 10000 രൂപയാണ് അഷ്വേർഡ് ഇൻകമായിട്ട്, വേതനം എന്ന് പറയാൻ പറ്റില്ല, ഓണററി ആണല്ലോ. അതിൽ 7000 കേരളം കൊടുക്കുകയാണ്. ബാക്കി 3000 രൂപ ഫിക്സഡ് ഇൻസെന്റീവാണ്. ആ 3000 രൂപയിൽ 60-40 നമുക്ക് എല്ലാവർക്കും അറിയാം. 1800 കേന്ദ്രം, 1200 സംസ്ഥാനം. അപ്പൊ ഫലത്തിൽ ഉറപ്പായി കിട്ടുന്ന 10000-ൽ 8200 സ്റ്റേറ്റാണ് കൊടുക്കുന്നത്, 1800 മാത്രമാണ് കേന്ദ്രം കൊടുക്കുന്നത്. സാർ, ന്യായമായിട്ടും സമരത്തിൽ ഉന്നയിക്കേണ്ട ഒന്നാമത്തെ ആവശ്യം എന്താണ്? 10000 ഇപ്പോൾ ഉറപ്പ് കിട്ടുന്നു, പിന്നെ 3200 പെർഫോമൻസ് ബേസ്ഡ് ഇൻസെന്റീവ് ഉണ്ട്, 3200. അപ്പൊ അതും കൂടി ചേർക്കുമ്പോൾ 13200 വരെ വരും. 10000 സുനിശ്ചിതമായിട്ട് കിട്ടുന്നതാണ്. അതിൽ 8200 കൊടുക്കുന്നത് സംസ്ഥാനമാണ്. സമരാർക്കെതിരെ, സംസ്ഥാനത്തിനെതിരെ 1800 മാത്രം കൊടുക്കുന്ന, അതും മാസങ്ങളായിട്ട് കുടിശ്ശികയാണ്. വലിയ കുടിശ്ശിക, ഈ തുച്ഛമായ പൈസ തന്നെ കിട്ടിയിട്ടില്ല. എന്നിട്ടും സംസ്ഥാനം കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് ന്യായമായിട്ട് ഈ സമരം ആർക്കെതിരെയായിട്ടാണ് വരേണ്ടത്? പക്ഷെ വന്നിട്ടുള്ളത് എങ്ങനെയാണ്? ഇനി സർ, ഈ സമരത്തിന് ഒരു പ്രശ്നം കൂടിയുണ്ട്. ഇപ്പോൾ അങ്ങയുടെ ട്രേഡ് യൂണിയൻ INTUC, മുസ്ലിം ലീഗുമായിട്ട് ബന്ധപ്പെട്ട ട്രേഡ് യൂണിയൻ STU, CITU, AITU